എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ന്യൂസിലാൻഡിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും ഇവിടുത്തെ എക്സ്പെൻസിനെ കുറിച്ചും ജോലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന സമയത്തല്ല. ചിലപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ ജോലിയിലായിരിക്കും. അതൊക്കെ ആയതുകൊണ്ടാണ്. വേറെ ഒന്നും വിചാരിക്കരുത്. ഉള്ള എല്ലാവരും ഡൗട്ട് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്കൊക്കെ ഡൗട്ട് എന്ന് വെച്ചാൽ ജോലി കിട്ടോ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോലികളാണ് എല്ലാവരും ചോദിക്കുന്നത്. പാർട്ട് ടൈം ജോലി കിട്ടോ, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ഫീൽഡിലുള്ള ജോലി കിട്ടോ. ചില ആൾക്കാർ ചിലപ്പോൾ മെക്കാനിക്കൽ ഇതിലായിരിക്കാം, ചില ആൾക്കാർ ഹെൽത്ത് കെയർ ആയിരിക്കാം, ചില ആൾക്കാർ വേറെ എന്തെങ്കിലും IT ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ കോവിഡും ആഫ്റ്റർ കോവിഡും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 1 മന്തായിട്ട് കുറച്ചും കൂടി ബാഡാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാറൊക്കെ തുടങ്ങിയോടുകൂടി പെട്രോൾ പ്രൈസ് പല കാര്യങ്ങളിലും ഇൻക്രീസ് ആയിട്ടുണ്ട് പല കാര്യത്തിലും. അപ്പോൾ ഞാൻ ഈ വാറിനെ കുറിച്ച് കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. ഒരു വിത്തിൻ 4 മന്ത്സിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ മുന്നേ കോവിഡ് സമയത്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവശ്യം പോലെ ഹെൽത്ത് കെയർ സെക്ഷനിൽ കുറേ വേക്കൻസികളുണ്ടായിരുന്നു. ഇപ്പോൾ HCAs, പിന്നെ കെയർ അസിസ്റ്റൻസ്, പിന്നെ നഴ്സുമാർക്കൊക്കെ വേക്കൻസി. ഇപ്പോൾ നഴ്സുമാരൊക്കെ ക്യാപ്പ് കഴിഞ്ഞ് പല ആൾക്കാരും ഓസ്ട്രേലിയയിൽ പോകുന്നു, പല ആൾക്കാർക്ക് ജോലി കിട്ടാണ്ട് തിരിച്ചു പോകുന്നു. ഇവിടെയുള്ള നഴ്സുമാർക്ക് പോലും പല ആൾക്കാർക്ക് ജോലിയില്ല. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. നഴ്സുമാരുടെ ഒരു അവസ്ഥ, കോമൺ ആയിട്ടുള്ള അവസ്ഥ. അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. പിന്നെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതൽ ചോദിക്കുന്നത്. ഈ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പലതരത്തിലുള്ള ചില ആൾക്കാർ ഡിപ്ലോമ എടുക്കുന്നു, ചില ആൾക്കാർ മാസ്റ്റർ എടുക്കുന്നു, ചില ആൾക്കാർ മാസ്റ്റർ ഡിഗ്രി കാര്യങ്ങളൊക്കെ എടുക്കുന്നു. എന്ന് വെച്ചാൽ അപ്പോൾ അവർക്ക് ഫാമിലി ആയിട്ട് വരാം. ഫാമിലി ആയിട്ട് വന്ന് ജീവിക്കാൻ ഓക്കെ ആണോ, സിംഗിളായിട്ട് വരുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസും കിട്ടുന്ന ജോലിയായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ 25 hours ജോലി ചെയ്യാം. ഈ 25 hours നമുക്ക് ജോലി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ജോബ് കൺഫേം ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.